സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക്, ഷെയർ ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. ഏതൊരു ക്രിയേറ്ററും നിങ്ങൾ ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും അവർ തുടക്കത്തിലും അല്ലെങ്കിൽ മധ്യഭാഗത്തും അല്ലെങ്കിൽ അവസാനമായും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, സ്നേഹിതരെ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊക്കെ. അതുപോലെ തന്നെ മിക്ക ആളുകളും പറയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എന്ന്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്? വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എന്നെല്ലാവരും പറയാൻ കാരണം, വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ ഏതൊരാളുടെയും വീഡിയോ കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാവുകയും അതോടൊപ്പം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ അത് കാരണമാവുകയും സജസ്റ്റ് ചെയ്യപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഏതൊരു ക്രിയേറ്ററും ഇത്തരത്തിൽ പറയുന്നത്. സ്വന്തം വീഡിയോ അപ്ലോഡ് ചെയ്ത് അതവിടെ തന്നെ കിടക്കണം, മറ്റുള്ളവരിലേക്ക് എത്താതെ 5, 6, 10 വ്യൂസായി അവിടെ കിടക്കണമെന്നും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. വളരെ മെനക്കെട്ടുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും എല്ലാവരും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ വീഡിയോക്ക് കൂടുതൽ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടാതെ അങ്ങനെ കിടന്നാൽ ആർക്കെങ്കിലും അത് സഹിക്കുമോ? ഇല്ല, ആർക്കും അത് അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ വീഡിയോ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ എന്നൊക്കെ. പക്ഷേ എല്ലാവരും അത് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിലൂടെ തള്ളിക്കളയാറാണ് പതിവ്. എന്തായാലും ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് ലൈക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് ആരുടെ വീഡിയോ കാണുകയാണെങ്കിലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ആരുടെ വീഡിയോ കണ്ടാലും, ഏതൊരു ക്രിയേറ്ററുടെ വീഡിയോ കണ്ടാലും, നിങ്ങൾ ആ വീഡിയോ കണ്ടു, ഒരു പകുതി വരെയെങ്കിലും കണ്ടു എങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് പോവുക. ഒന്നും വരാനില്ല. അതിലൂടെ ആ ക്രിയേറ്റർക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് കാരണമാകും. കൂടുതൽ ലൈക്ക് ചെയ്യപ്പെട്ട വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു രീതിയാണ്. അതുപോലെ തന്നെ കൂടുതൽ കമൻറ്റുകൾ വരുന്ന വീഡിയോയും കൂടുതൽ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടും. കാരണം എന്താണ്? ഈ വീഡിയോയിൽ എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതിൽ ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നായിരിക്കും ഒരു പക്ഷേ അൽഗോരിതം മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ എൻഗേജ് ഉണ്ടായ ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ കാര്യം ഓർക്കുക. നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ മടിക്കണ്ട. വലിയ വലിയ യൂട്യൂബേഴ്സ് പറയുമ്പോൾ നമ്മൾ എന്തിനു മടിക്കണം? ചെറിയ ചെറിയ യൂട്യൂബേഴ്സും അത് പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുക. തീർച്ചയായും അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റും കൂടുതൽ ഷെയറും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വ്യൂസും, കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ കൂടുതൽ വ്യൂസും കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തോന്നിയ സമയത്തൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വ്യൂവേഴ്സ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയം നിങ്ങൾക്ക് അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ടൈം മനസ്സിലാക്കിക്കൊണ്ട് മിക്കവാറും എല്ലാവരും ഒരു 6:30 മുതൽ അല്ലെങ്കിൽ 5:30 മുതൽ 8-9 മണി വരെയുള്ള സമയത്താണ് കൂടുതൽ ആളുകളും ഈ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ മിക്ക ആളുകളും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മൊബൈൽ നോക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഇതൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായും അത്തരം സമയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകർ വരുന്നതിന് ഒരു 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ വീഡിയോ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, തീർച്ചയായും അത് ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ന്യൂസ് ചാനൽ പോലെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ്,
അതുപോലെ സൂര്യ TV, കൈരളി TV, മാതൃഭൂമി ചാനൽ, അത്തരം ചാനൽ പോലെ മനോരമ ചാനൽ പോലെയൊക്കെയുള്ള ഒരു ചാനലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യനിഷ്ഠത പാലിക്കുക. ഒരു 3 ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, ഈ 3 ദിവസം കൂടുമ്പോൾ കൃത്യമായി വീഡിയോ ഇടുക. അതായത് ദിവസം വീഡിയോ ഇടുന്നത് ദിവസവും വീഡിയോ ഇടുക. അതേപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേ വീഡിയോ ചെയ്യുന്നുള്ളൂ എങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വീഡിയോ ചെയ്യുക, അത് കൃത്യമായി ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വ്യൂസിനെ പറ്റിയും അതേപോലെ തന്നെ സബ്സ്ക്രൈബർ കൂടുന്നതിനെ പറ്റിയും 4000 വാച്ച് അവർ ആവുന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ മിക്ക ആളുകളും അതിനിടയിൽ കമൻറ്റ് ചെയ്തു, ഇയാളുടെ സബ്സ്ക്രൈബർ ആദ്യം നോക്കൂ. ഏതോ ഒരു ആൾ കമൻറ്റ് ചെയ്തതാണ്, സബ്സ്ക്രൈബർ ആകെ 910 സബ്സ്ക്രൈബറല്ലേ ഉള്ളൂ എന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എനിക്കത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നോക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വ്യൂസ് ഇല്ല, നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ്, അതൊന്നും അതിൽ ബാധകമല്ല. നമുക്ക് ഇത്തരം കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ സബ്സ്ക്രൈബറുടെ എണ്ണം നോക്കേണ്ടതില്ല. സബ്സ്ക്രൈബറുടെ എണ്ണം നോക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാൻ പറ്റില്ല. നിങ്ങളിലേക്ക് എങ്ങനെയൊക്കെ സജസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾക്കത് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബറുടെ എണ്ണം നോക്കിയൊന്നും നിങ്ങളൊരു ക്രിയേറ്ററുടെ വീഡിയോ കാണാതിരിക്കുക. പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിലുണ്ട് എങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കാണുക. പിന്നെ അപ്പോൾ കൃത്യനിഷ്ഠത പാലിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റിയോടൊപ്പം ഓഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റി നല്ല ക്യാമറയും നല്ല മൊബൈൽ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഒക്കെ ആവും. അതേപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു മൈക്ക് നിർബന്ധമാണ്. നല്ലൊരു മൈക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് വളരെ ക്ലിയറായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ വോയിസിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ നല്ല വോയിസിൽ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചെറിയ ചാനലാണ് നടത്തുന്നതെങ്കിൽ, എത്ര കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എങ്കിലും നിങ്ങളുടെ വീഡിയോക്ക് കൂടുതൽ ആളുകൾക്ക് അത് കാണാനും അതേപോലെ തന്നെ അത് കേട്ടിരിക്കാനും ഒക്കെയുള്ള ഒരു ഇമ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു ഉദാഹരണമായി 2 കഥാപാത്രങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അതിനൊരു കമൻറ്റ് വന്നു, കുട്ടികൾക്ക് വേണ്ടി ഇയാൾ എന്താണ് ചെയ്തത് എന്ന്. ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം കമൻറ്റുകൾ കാണുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും, ഇയാളെ എന്തും പറയാമെന്ന്. പക്ഷേ അതിന് ഞാൻ അനുവദിച്ചില്ല, ആ കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. തീർച്ചയായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തും പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, കുട്ടികളെ ഈ സോഷ്യൽ മീഡിയ വളരെ മോശമായിട്ടാണ് ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലായോ? അതായത് കൂടുതൽ കുട്ടികളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ വന്നു. സ്മാർട്ട് ഫോണിൻ്റെ ദൂഷ്യവശങ്ങളിൽ ഒന്നാണ് കുട്ടികൾ വഴിതെറ്റി പോവുക എന്നുള്ളത്. അത് വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? കുട്ടികൾ പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നു. ആ ഗെയിമുകളുടെ അനന്തരഫലമായിട്ട് പലരും തൂങ്ങിച്ചാവുന്നു. അതുപോലെ തന്നെ ഈ കോമഡി കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങളെയും ഒക്കെ കണ്ട് അതൊക്കെ നല്ല ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ അവർ ചിരപ്രതിഷ്ഠ നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്ക് ഉപകാരപ്രദമായ നന്മകൾ ഉൾക്കൊള്ളുന്ന വീഡിയോകളും നിങ്ങളുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് നന്നാവും. ഭാവി തലമുറയെയും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നല്ല നല്ല വീഡിയോകൾ ചെയ്ത് നല്ല ക്രിയേറ്റേഴ്സായി മാറാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.